ലക്ഷക്കണക്കിന് കുട്ടികളുടെ ഭാവി തുലാസിലാക്കി 14-ൽ പരം കുട്ടികളുടെ ആത്മഹത്യക്ക് കാരണമായ ഒരു കാര്യത്തിന് അക്കൗണ്ടബിലിറ്റി ആവശ്യപ്പെട്ട് സമരം ചെയ്യുന്ന കുട്ടികളെ അടിച്ച് പദം വരുത്തുകയാണ്. ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ശാപം ഭരിക്കുന്ന ഗവൺമെന്റിന് അക്കൗണ്ടബിലിറ്റി എന്തെന്ന് പോലും അറിയാതെ സുഗമമായി മുന്നോട്ട് പോകാൻ പറ്റുന്നു എന്നതാണ്. 10-12 കൊല്ലം മുമ്പ് വരെ ഒരു തീവ്രവാദി ആക്രമണം നടന്നാൽ അതിന്റെ ഉത്തരവാദിത്തം ഗവൺമെന്റിനായിരുന്നെങ്കിൽ ഇപ്പൊ അങ്ങനൊന്നും സംഭവിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ട എന്ന് മാത്രമല്ല, അത് വെച്ച് തെരഞ്ഞെടുപ്പിൽ 10 വോട്ട് കൂടുതൽ ഭരിക്കുന്നവർക്ക് തന്നെ കിട്ടുന്ന വിരോധാഭാസമാണ് നടക്കുന്നത്. കോടികൾ മുടക്കിയ പാലങ്ങളും റോഡുകളും വിമാനത്താവളങ്ങളും ടണലുകളും പൊളിഞ്ഞു വീണാലും റെയിൽവേ അപകടങ്ങൾ ഉണ്ടായാലും ഗവൺമെന്റിന്റെ ഭാഗമായ ഒരുത്തനും ഒരു ഉത്തരവാദിത്വവും ഏറ്റ് സംസാരിക്കേണ്ടതോ രാജിവെക്കേണ്ടതോ ആയ ഒരു ബാധ്യതയുമില്ല. ഇപ്പോ മറ്റു ഗവൺമെന്റുകളുടെ കാലത്തായിരുന്നു അയോധ്യയിലെ ക്ഷേത്രക്കൊള്ള സംഭവിച്ചിരുന്നെങ്കിൽ ഇന്ത്യയിലെ തെരുവുകൾ ഒന്നാകെ കത്തിച്ചേനെ ഇവർ. ഇപ്പോ ഒരു പ്രശ്നവുമില്ല. പൊളിച്ചതും വിധി സമ്പാദിച്ചതും ഉണ്ടാക്കിയതും എല്ലാം അവരായിരുന്നു, കട്ടതും അവരിൽപ്പെട്ടവർ. പക്ഷേ കട്ടത് നാട്ടുകാരറിഞ്ഞപ്പോ അത് ചെയ്തത് പ്രതിപക്ഷ പാർട്ടിയിൽപ്പെട്ട ആളുകളാണെന്ന് ഒരു ഉളുപ്പുമില്ലാതെ പറയുകയാണ് ദൈവത്തിന്റെയും ആരാധനാലയത്തിന്റെയും പേരിൽ അധികാരത്തുറച്ച് നേടിക്കൊണ്ടിരിക്കുന്ന BJP പാർട്ടി നേതാക്കൾ. ഇക്കാലത്തിനിടയ്ക്കുള്ള ഭരണ മികവ് കാരണം ദുട്ടുള്ളവരെല്ലാം പൗരത്വം ഉപേക്ഷിച്ച് ഇന്ത്യ വിട്ടു പോകാൻ തുടങ്ങി. അതിനും പറ്റാത്ത മിഡിൽ ക്ലാസ്സുകാർ നമ്മളെക്കാൾ കൂടുതൽ പണി മറ്റുള്ളവർക്കല്ലേ കിട്ടുന്നതെന്ന് സമാധാനിച്ചും സഹിച്ചും കുറച്ചു കാലം മുന്നോട്ട് പോയി. ഇപ്പതാ എല്ലാം അതിന്റെ പാരമ്യത്തിലെത്തി. ഭാവി കോഞ്ഞാട്ടയാകുമെന്ന് മനസ്സിലായ യുവാക്കളും പ്രത്യേകിച്ച് ജൻസിയും ഇപ്പോൾ രണ്ടും കൽപ്പിച്ച് സമരത്തിൽ ഇറങ്ങിയിരിക്കുകയാണ്. ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് ഉരുത്തിരിഞ്ഞ ഈ പ്രതിഷേധത്തിന്റെ പ്രധാന ആവശ്യങ്ങളിലൊന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജിയാണ്. ന്യായമായ ആവശ്യം. ധർമ്മേന്ദ്ര പ്രധാനെ രാജിവെപ്പിക്കുന്നത് പ്രധാന ആഭ്യന്തര ജീവികൾക്ക് പുഷ്പം പോലെ നടത്താവുന്ന കാര്യമാണ്. പക്ഷെ അവരുടെ കോംപ്ലക്സ്, നോൺ ബയോളജിക്കൽ കോംപ്ലക്സ് അതിന് സമ്മതിക്കുന്നില്ല. പിന്നെ ചെറിയൊരു പേടിയുമുണ്ട്. ഇതുവരെ എന്തെങ്കിലും ജനവിരുദ്ധമായ തീരുമാനങ്ങളുടെയും പരാജയങ്ങളുടെയും പേരിൽ ആരും രാജിവെച്ച ചരിത്രം ഇവർക്കില്ല. പക്ഷെ ഇപ്രാവശ്യം അത് അംഗീകരിച്ചാൽ അതൊരു ബ്രേക്ക് ത്രൂ ആയി മാറും. ഭാവിയിൽ ഇതൊരു കീഴ്വഴക്കം പോലെ ഓരോ മന്ത്രിമാർക്കെതിരെയും ചിലപ്പോൾ സ്വന്തത്തിന് നേരെയും വരാമെന്ന പേടിയുണ്ട്. അപ്പൊ പിന്നെ നന്നായി അറിയാവുന്ന പണിയെടുക്കാമെന്ന് വിചാരിച്ചു. നെയിം പ്ലേറ്റ് ഉള്ളവരും ഇല്ലാത്തവരുമായ ഫോഴ്സിനെയും ലാത്തി കയ്യിൽ പിടിച്ച യൂണിഫോം ഇല്ലാത്ത ഗുണ്ടകളെയും ഉപയോഗിച്ച് പിള്ളേരെ തല്ലിയൊടിച്ച് പദം വരുത്തി. പക്ഷെ ഇത് വേഷം കൊണ്ട് തിരിച്ചറിയുന്നവർ മാത്രമല്ല, ജൻസിയാണ്, യുവരക്തമാണ്. ചോരത്തിളപ്പും തിളക്കുന്നവരുടെ എണ്ണവും കൂടും. പദം വന്നാലും വിട്ടുകൊടുക്കാൻ മനസ്സില്ലാത്തവരുടെ പോരാട്ടത്തിന് മുന്നിൽ ഇളകാത്ത ഒരു ചെങ്കോലും സിംഹാസനവും ഇന്നേ വരെ ഉണ്ടായിട്ടില്ല. 12-ൽ പരം വർഷം കൊണ്ട് നിർമ്മിച്ചെടുത്ത എക്കോസിസ്റ്റം പൊളിക്കൽ അല്പം പാടുള്ള കാര്യമാണ്. എന്നാലും എന്തു ചെയ്താലും വിളിച്ചുകൊണ്ട് അല്പം കുത്തിത്തിരിപ്പും കുറച്ച് കള്ളവും പറഞ്ഞാൽ മതി, ജനങ്ങൾ മറക്കുമെന്ന ധാരണയെങ്കിലും മാറി അറ്റ്ലീസ്റ്റ് പരാജയങ്ങൾക്ക് അക്കൗണ്ടബിൾ ആക്കാനെങ്കിലും സാധിച്ചാൽ അത്രയും നല്ലത്. അപ്പോ കോക്രോച്ചുകൾക്കൊപ്പം.